അപ്പോൾ ഇന്ന് ആരാണ് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ദേ ഹലോ മലയാളത്തിന്റെ ഫ്ലോറിലേക്ക് എത്തുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് ചേരുന്നത് നമ്മുടെ BJP നേതാവായ സി കൃഷ്ണകുമാറാണ്. അപ്പോൾ നേരെ അദ്ദേഹത്തിലേക്ക് പോയാലോ? ശ്രീ സി കൃഷ്ണകുമാർ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. ഇതിൽ നമുക്ക് ആദ്യം ഇപ്പോൾ BJP ഒരു പുതിയ മുഖം മിനുക്കൽ ഘട്ടത്തിലൊക്കെയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു, പുതിയ തരത്തിൽ പാർട്ടിയെ പുതിയ രീതിയിലേക്ക് നടത്താൻ പ്രാപ്തമായ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നു. പാലക്കാടെ സംബന്ധിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കമാണ് ഇനി മുന്നിലുള്ളത്. എങ്ങനെ പോകുന്നു ഒരുക്കങ്ങളൊക്കെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതിനുള്ള സംഘടനാ സംവിധാനം സജ്ജമാക്കൽ, അതുപോലെ തന്നെ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയൊന്നുമില്ല. ഇത്തവണ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങൾ നിലവിൽ ഭരിക്കുന്ന 2 നഗരസഭകൾ, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ, അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ കോർപ്പറേഷനുകളിലും നിരവധി മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലെല്ലാം ഭരണമുള്ള ഒരു പാർട്ടിയായിട്ട്, മുന്നണിയായിട്ട് കേരളത്തിൽ ഞങ്ങൾക്ക് മാറാൻ കഴിയുന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ശ്രീ സി കൃഷ്ണകുമാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയ സംസ്ഥാന അധ്യക്ഷനാണ്. പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ഈ BJP സംബന്ധിച്ച് നേരത്തെയൊക്കെ ആണെങ്കിൽ പാർട്ടിയിൽ തുടക്കം മുതൽ പ്രവർത്തിച്ച് പരിചയിച്ച് ഓരോ നേതാക്കളെയും ഒക്കെ ഇപ്പോൾ ബൂത്ത് തലത്തിലുള്ള നേതാക്കളെ പോലും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം പരിചയമുള്ള ആളുകളൊക്കെയാണ് ഇതുവരെ അധ്യക്ഷ പദവിയിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രവർത്തന പരിചയമുള്ള ഒരാളല്ല അദ്ദേഹം. താഴെ തട്ടിലേക്ക് ഇറങ്ങി വലിയൊരു പ്രവർത്തന പരിചയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി മികവ് അത് നമ്മൾ എടുത്ത് പറയുകയും വേണം. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ കോർ കമ്മിറ്റി യോഗത്തിലൊക്കെ ഗ്രൂപ്പുകളെയൊക്കെ അപ്രസക്തമാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. ഗ്രൂപ്പ് കളികളൊക്കെ അവസാനിപ്പിക്കണമെന്ന തരത്തിലുള്ള താക്കീതുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ അധ്യക്ഷൻ്റെ പുതിയ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ അണികൾക്കിടയിലെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിലെ നിരവധി വിഷയങ്ങളിൽ നിരന്തരമായിട്ട് ഇടപെടാറുള്ള ആളാണ്. കേരളത്തിലെ നിരവധി ആവശ്യങ്ങൾക്ക് കേരളത്തിലെ പ്രവർത്തകർക്കൊപ്പം അതുപോലെ തന്നെ ഞങ്ങൾ വിവിധ ആവശ്യങ്ങളുമായിട്ട് സമീപിക്കുന്ന സമയത്തെല്ലാം നിരന്തരമായിട്ട് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരായിട്ടും അതുപോലെ തന്നെ ഭാരവാഹികളായിട്ടും എല്ലാം നിരന്തരമായിട്ട് ബന്ധമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പുതിയൊരാളല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളോടൊപ്പം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നേരിട്ട് കാണാനായിട്ട് അദ്ദേഹം യാത്ര തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്തിലെ പ്രവർത്തകരെ അറിയില്ല എന്നുള്ളതെല്ലാം ഒരു നെഗറ്റീവ് പ്രചരണം. മറിച്ച് ഈ യാത്ര കഴിയുന്നതോടുകൂടിയിട്ട് കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഞങ്ങളെ പ്രവർത്തകരെ വരെ നേരിട്ട് കാണാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. BJP എല്ലാ കാലത്തും ഒരു ടീം വർക്കാണ്. ആ ടീം വർക്ക് ഇന്നും തുടരുന്നു. അദ്ദേഹം ആ ടീം വർക്ക് കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. എല്ലാ ലീഡേഴ്സിനും വിവിധ വിഷയങ്ങളിൽ പ്രത്യേകമായിട്ട് ചുമതലകൾ നൽകുന്നു, വിവിധ കാര്യങ്ങൾക്ക് ചുമതല നൽകുന്നു. അങ്ങനെ ഒരു ടീം വർക്ക്, എല്ലാ കാലത്തുമുള്ള ടീം വർക്ക് ഒന്നുകൂടി ശക്തമാക്കി വരുന്ന 2 തെരഞ്ഞെടുപ്പുകളെയും നേരിടാനായിട്ട് BJPയെ സജ്ജമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ശ്രീ കൃഷ്ണകുമാർ, ഇനി ഈ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും ഇപ്പോൾ പാലക്കാട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും മുനമ്പം സജീവ ചർച്ചയായിട്ട് നിലനിന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പാർലമെൻറ്റ് കടന്നിരിക്കുന്നു. മുനമ്പം രാജ്യസഭയും ലോക്സഭയും പാസ്സായിട്ടുണ്ട്. മുനമ്പം ഈ ബില്ല് പാസ്സായത് എന്തുകൊണ്ടും സമരക്കാർക്കൊപ്പം നിൽക്കാനുള്ള ഊർജം കൂട്ടുമെന്നാണ് കഴിഞ്ഞ ദിവസം പോലും രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രതികരിച്ചത്. അപ്പോൾ ഇനി മുനമ്പം വിഷയത്തിൽ BJPയുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്?
മുനമ്പം വിഷയം ആദ്യ കാലഘട്ടം മുതൽ തന്നെ മുനമ്പം വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ BJP അതിൻ്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ നിലപാടിൽ തന്നെയാണ് BJP കാലാകാലങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ സ്ഥലത്തുനിന്ന് അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെടുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു BJPയുടെ നിലപാട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മുനമ്പം സമരപന്തലിൽ വന്നതാണ്. അന്ന് മുനമ്പത്തെ സമരപന്തലിലെ ഉള്ള ആളുകളോട് ഞാൻ പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടി NDA നിങ്ങളോടൊപ്പമാണ്. NDA നിങ്ങൾ ഒരു കാരണവശാലും ഇവിടുന്ന് കുടിയിറക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. NDA നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു ബില്ലിന്, വഖഫ് ഭേദഗതി ബില്ലിന് ഇന്ന് ലോകസഭയും രാജ്യസഭയും അംഗീകാരം നൽകിയിരിക്കുകയാണ്. മുനമ്പൻ നിവാസികളുടെ ആശങ്ക ഇന്ന് മാറിയിരിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി മുനമ്പം നിവാസികൾക്കൊപ്പം അവരുടെ സന്തോഷം പങ്കിടാനായിട്ട് മുനമ്പത്തെത്തുകയാണ് കാലത്ത് 11 മണിക്ക്. ഭാരതീയ ജനതാ പാർട്ടി എന്താണോ നേരത്തെ പറഞ്ഞ നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് പറയുന്നത്. പ്രാവർത്തികമാക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള വിശ്വാസം ഒന്നുകൂടി മുനമ്പൻ നിവാസികൾക്കും ഈ രാജ്യത്തെ ജനങ്ങൾക്കും കൈവന്നിരിക്കുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, പാലക്കാട്ടെ സംബന്ധിച്ച് പാലക്കാട്ടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച എന്ന് പറഞ്ഞ ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങയുടെ തന്നെ വാക്കുകൾ അനുസരിച്ച് ഈ CPM-നെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും UDF-നെയും ഈ ഒയാസിസ് കമ്പനി വിലയ്ക്ക് വാങ്ങി എന്നതടക്കമുള്ള ഒരു പ്രതികരണം അങ്ങയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് തുടർ സമരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ BJPയുടെ ഒരു പ്ലാൻ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം എലപ്പുള്ളിയും അതിൻ്റെ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖല മഴൽനിഴൽ പ്രദേശമാണ്. അവിടെ വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന കമ്പനികൾ, ഫാക്ടറികൾ വരരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് കൊക്കക്കോളയ്ക്കെതിരായിട്ടും പെപ്സിക്കെതിരായിട്ടെല്ലാം സമരം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. ഇന്നും ഞങ്ങൾ ആ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ചോളം അന്ന് കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ അന്ന് പറഞ്ഞത് ഇതാണ്: വെള്ളം അസംസ്കൃത വസ്തുവായിട്ടുള്ള ഒരു കമ്പനി അവിടെ പ്രായോഗികമല്ല, അത്തരം കമ്പനികൾക്ക് അനുമതി കൊടുക്കരുത് എന്നാണ്. അന്ന് കൊക്കക്കോളയ്ക്കും പെപ്സിക്കും 98-ലധികം അനുമതി കൊടുത്തതും LDF സർക്കാരാണ്. ഇപ്പോൾ OSS കമ്പനിക്കും അനുമതി കൊടുക്കുന്നത് LDF സർക്കാരാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചോളം അവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്നാണ്. എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല. പാലക്കാടിൻ്റെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് OSS മാറാൻ പോകുന്നത്. പാലക്കാടത്തെ കർഷകർ, ആയിരക്കണക്കിന് കർഷകരുടെ കൃഷിയെ ബാധിക്കും. അതുപോലെ തന്നെ പാലക്കാട് നഗരം ഉൾപ്പെടെയുള്ള 7ഓളം പഞ്ചായത്തുകളിലെ കുടിവെള്ളത്തിനെ നേരിട്ട് ബാധിക്കും. ഭാരതപ്പുഴയെ ആശ്രയിച്ച് കുടിവെള്ള സ്രോതസ്സുകളുള്ള, കുടിവെള്ള പദ്ധതികളുള്ള നിരവധി പഞ്ചായത്തുകൾ, 30-ലധികം പഞ്ചായത്തുകളെ ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചാൽ ബാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പാലക്കാട് ഇത്തരത്തിൽ വെള്ളം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പനി വേണ്ടാന്നുള്ളത്. കോൺഗ്രസ്സിന് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി അറിയാതെയാണ് ഈ കമ്പനി ഇത്രയേറെ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറും ആയിട്ടുള്ള ആളാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ കമ്പനിയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സെക്രട്ടറി എന്താ പറഞ്ഞത്, ഉദ്യോഗസ്ഥൻ എന്താ പറഞ്ഞത്? ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, ഞങ്ങൾക്ക് യാതൊരുവിധ പരാതി ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയും CPM-ൻ്റെ സംസ്ഥാന ഭരണകൂടവുമെല്ലാം ഇതിനനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നത്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് കോൺഗ്രസ് മുഖം രക്ഷിക്കാനായിട്ട് ഇപ്പോൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ആ കമ്പനി അവിടെ വരാനോ അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനോ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിൽ ഞങ്ങൾ 2 ഘട്ടം സമരം ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കമ്പനിയുടെ ഒരു കല്ല് പോലും അവിടെ വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ നയം തന്നെയാണ്. ശരി, ശ്രീ കൃഷ്ണകുമാർ, ഒരൊറ്റ കാര്യം കൂടി. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിവാദങ്ങൾ വേണമായിരുന്നോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആ സിനിമയെ സംബന്ധിച്ച് പാർട്ടിയുടെ ബഹുമാന്യമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയുടെ നയം കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു, നിലപാട് വ്യക്തമാക്കിയിരുന്നു. എമ്പുരാൻ സിനിമയിൽ
ഗുജറാത്ത് കലാപത്തിന് കാരണമായിട്ടുള്ള ഗോദ്രയിലെ തീവണ്ടി കത്തിക്കലും മറ്റുമെല്ലാം ബോധപൂർവം ഒഴിവാക്കി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലായിരുന്നു എമ്പുരാൻ സിനിമ. അതാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് വന്നത്. പാർട്ടിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ നിലപാട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ കാണാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കൃഷ്ണകുമാർ. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കാൻ ഒരുപാട് നന്ദി. ഹലോ മലയാളത്തിൽ നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ പങ്കെടുത്തതിന് ഒത്തിരി നന്ദി.